السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, മൈമൻ അക്കാഡമി നടത്തുന്നങ്ങനത്തെ റമദാൻ സ്പെഷ്യൽ ഖുർആൻ ക്ലാസ്സിലെ 8ാമത്തെ നാളിലേറ്റിക്ക് ഞങ്ങളുള്ളേ. അല്ലാഹു തആല ഞങ്ങളെ എല്ലാ അഅ്മാലിന ഖബൂൽ ചെയ്യുമാറാകട്ടെ. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഇന്നലത്തെ ക്ലാസ്സിൽ ഞങ്ങൾ വിശദീകരിച്ച മനുഷ്യന്മാർക്ക് ഈ ജീവന കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഒന്ന് ജീവിക്കുകൊണ്ടു, രണ്ടാമതൊന്ന് പുനർജന്മം ഉണ്ടു എന്നതുക്കുല്ലേ വലിയൊരു പ്രൂഫായിട്ട്, അടയാളമായിട്ട് അല്ലാഹു തആല പടിപ്പാട്ടി തന്നെ ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു. ഡെഡായി പോയങ്ങനത്തെ ഭൂമിയുടെ അല്ലാഹു തആല രണ്ടാമത് ജീവിപ്പിച്ചിട്ട് അതില് പല നമത്തിലുള്ള അങ്ങനത്തെ സസ്യങ്ങ ധാന്യങ്ങ കൃഷിങ്ങ ഉണ്ടാവുന്നത്. അത് അല്ലാഹു തആലക്കു രണ്ടാമത് ഏത് സംഗതിനെയും രണ്ടാമത് ജീവിപ്പിക്കുക ആവടു ചൊല്ലതുക്കുല്ലേ ആയത്തായിട്ടിക്കിട്ടാണ് അല്ലാഹു തആല ചൊന്നരെ. ആയത്ത് ചൊന്നെങ്കെ ആയത്ത് എന്നതുക്ക് അടയാള എന്നർത്ഥിനെങ്കും വെറും അടയാളട്ടല്ല, വലിയ ഒരു അത്ഭുതകരമായിട്ടുള്ള അങ്ങനത്തെ തെളിവുകാണ് ആയത്തിന് ചൊല്ലെ. ഖുർആന്റെ ഓരോ ലൈനുകും ഞങ്ങൾ ആയത്തിനും ചൊല്ല. ഖുർആന്റെ ആയത്തും കണ്ട് ഖുർആന്റെ ഈ സാലുങ്ങ അല്ലെങ്കിൽ ലൈൻസുങ്ങ അതും ആയത്തും കേട്ടിക്ക്. ആയത്ത് ചൊന്നെങ്കിൽ അല്ലാഹു തആലയുടെ ഖുദ്റത്തും അല്ലാഹു തആലയുടെ ഇൽമും അല്ലാഹു തആല ഉള്ള ചൊന്നിട്ട് നമുക്ക് മനസ്സിലാക്കി തണ്ടങ്ങനത്തെ നമുക്ക് അർത്ഥാക്കി തറകുള്ളങ്ങനത്തെ വലിയ വലിയ അലാമത്തുങ്ങ അടയാളങ്ങ തെളിവുങ്ങ പ്രൂഫും ആയിട്ടിക്കറ് ഖുർആന്റെ ലൈനുങ്ങ. അതുകൊണ്ടിട്ടാണ് അതൊക്കെ ആയത്ത് ആയത്തിന് ചൊല്ലി എന്നതുപോലെ ഖുർആനിൽ അള്ളാഹുടെ മനസ്സിലാക്കുകങ്ങനത്തെ കാര്യങ്ങൾ ഉള്ളതുപോലെ ഈ പ്രപഞ്ചത്തിലും അള്ളാഹുടെയും അള്ളാഹുടെ ഖുദ്റത്തും അള്ളാഹു തആലയുടെ കാര്യങ്ങ മനസ്സിലാക്കുകങ്ങനത്തെ പല ചെമ്മ ആയത്തുകളുണ്ട്. സനുരീഹിം ആയാതിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം. അല്ലാഹു തആല ഖുർആനിൽ ചൊന്ന നാനങ്ങു പല നമത്തുള്ള ആയത്തുകൾ നാന കാട്ടിക്കൊടുക്കട. എവിടെ? ഫിൽ ആഫാഖി, ഈ പ്രപഞ്ചത്തെ പല കാര്യത്തിലും, വഫി അൻഫുസിഹിം, അങ്ങനെ സ്വന്തമായിട്ടുള്ള അങ്ങനെ സ്വന്ത ശരീരത്തിലും നാണ് പല നമത്തുള്ള ആയത്തുങ്ങൾ കാട്ടി തന്നെ ചൊന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തില് ഞങ്ങൾ മനസ്സിലാക്കുക പിന്നെ അല്ലാഹു തആലയുടെ ബഗ്ഗെയും അല്ലാഹു തആല ചൊന്ന ആശയത്തെ ബഗ്ഗെ മനസ്സിലാക്കുക അങ്ങനത്തെ വ്യക്തമായ സ്പഷ്ടമായ പല പ്രൂഫുകളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രൂഫായിട്ട് ഇക്കറ് ഇന്നലെ ഞങ്ങൾ ചൊന്ന ആയത്തുൽ ലഹുമുൽ അർളുൽ മൈതത്തു. അങ്ങനെ അല്ലാഹു തആല വിശദീകരിച്ചിട്ട് ആ ഭൂമിയിൽ ഞങ്ങ മനുഷ്യന്മാർക്ക് തിന്നുകുബേനായിട്ടുള്ള അങ്ങനത്തെ തോട്ടങ്ങ കുടിക്കുകുള്ള തന്നി എല്ലാം ഞങ്ങ ആക്കിറ അങ്ങനത്തെ ഒരു സംവിധാനം ആക്കി, അങ്ങനത്തെ വ്യവസ്ഥ ആക്കി അങ്ങനത്തെ അള്ളാഹുഗു അങ്ങ ശുക്രാക്കില്ലേ എന്നൊരു പ്രശ്നമാണ് അല്ലാഹു തആല ആ ആയത്തിങ്ങനെ അവസാനിപ്പിച്ച്. എന്നിട്ട് അല്ലാഹു തആല ചൊല്ലി സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ മിമ്മാ തുൻബിതുൽ അർളു വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. അല്ലാഹു തആലക്ക് ശുക്രാക്കണത്തിൽ വെച്ചിട്ട് ഫസ്റ്റ് കാക്കുണായ ശുക്ർ എന്താണ്? അത് അള്ളാഹുടെ അംഗീകരിക്കല്. അള്ളാഹുടെ അംഗീകരിക്കൽ എങ്ങനെ? അള്ളാഹുഗു അവന്റെ പ്രവർത്തനല് അവന്റെ ഒരു കാര്യത്തിലും വേറൊരു പാർട്ട്ണർ ഇല്ല, അവനു സമ്പൂർണമായിട്ട് ഏകനായിട്ടുള്ള എന്ന ബലമായിട്ടുള്ള നമ്പിക്ക, വിശ്വാസ, ഈമാൻ
ഈമാന്റെ കൈവരിക്കൽ കൊണ്ടു ആ ഈമാന്റെ മനസ്സിലെടുക്കൽ കൊണ്ടിട്ടാണ് അള്ളാഹു താലക്ക് നമുക്ക് ഫസ്റ്റ് ശുക്രാക്കുമല്ലേ. അതായത് തൗഹീദ് വിശ്വാസ ഏറ്റെടുക്കലായിട്ടിക്കര് അള്ളാഹുക്ക് നങ്ങ കാട്ടിറങ്ങനത്തെ ഫസ്റ്റ് ശുക്ർ അള്ളാഹുക്ക് കാട്ടിറങ്ങനത്തെ നന്ദി അത് പല രൂപത്തിൽ കാട്ടുക അള്ളാഹു താല ചൊന്ന കാര്യങ്ങള ജീവിതത്തിലാക്കടെ അത് ശുക്രാണ്. അള്ളാഹുല്ല ശുക്രേറ്റിക്ക് അതിൽ ഫസ്റ്റ് കാക്കണ ശുക്ർ എന്താണ്? അള്ളാഹു ഉല്ല ചൊന്നിട്ടും അവನು ഏക്കനായിട്ടിക്കര എല്ലാ വിഷയത്തിലും ഏക്കനായിട്ടിക്കര എല്ലാ കാര്യവും അവനാണ് ആക്കടെ എന്ന ബലമായ വിശ്വാസ ഷിർക്കില്ലാത്ത ഒരു നിലക്കുള്ള ഷിർക്കും വരാത്തങ്ങനത്തെ ബലമായിട്ടുള്ള ശക്തമായിട്ടുള്ള ഈമാനായിട്ടിക്കര് ഫസ്റ്റ് കാട്ടണ ശുക്ർ. ആ ഒരു ശുക്രെ സൂചിപ്പിച്ചിട്ടാണ് നെക്സ്റ്റ് ആയത്ത് അല്ലാഹു തആല ചൊന്നിട്ടുള്ളത്. സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ. സുബ്ഹാനല്ലദീ ഓർത്ത എത്ര ഒരു പരിശുദ്ധനായിട്ടിക്കറ എങ്ങനത്തോണു ഖലഖൽ അസ്വാജ കുല്ലഹ എല്ലാ ജോഡിങ്ങളെ അവನು സൃഷ്ടിച്ചിര. മിമ്മാ തുംബിത്തുൽ അർദു ഭൂമി ഉത്പാദനാക്കി അങ്ങനത്തെ സസ്യങ്ങളെ കൂട്ടത്തിൽ നിന്നിട്ട്, അതുപോലെ വമിൻ അൻഫുസിഹിം അങ്ങനെ നിന്നിട്ടെങ്കിൽ മനുഷ്യന്മാരിൽ നിന്നിട്ട് ജോഡിങ്ങളെ സൃഷ്ടിച്ചങ്ങനത്തെ റബ്ബു. വമിമ്മാ ലാ യഅലമൂൻ അതുപോലെ അങ്ങക്ക് ഗൊന്തില്ലാത്തങ്ങനത്തെ എത്രമാ വസ്തുങ്ങളിൽ നിന്നിട്ട് ജോഡിങ്ങളെ സൃഷ്ടിച്ചങ്ങനത്തെ റബ്ബു പരിപൂർണമായിട്ട് പരിശുദ്ധനായിട്ടിക്കറ എന്നാണ് ഈ ആയത്തിൽ ചൊല്ല്. അതായത് ലോകത്തിൽ ഉള്ളങ്ങനത്തെ പ്രപഞ്ചത്തിലുള്ളങ്ങനത്തെ എല്ലാ വസ്തുവും എല്ലാ കാര്യവും ഒരു ജോഡി രൂപത്തിലാണുള്ളത്. മനുഷ്യന്മാരെടുത്ത് നോക്കൊരു ആണ് പെണ്ണ് എന്ന രൂപത്തിൽ ജോഡിയായിട്ടാണ് മനുഷ്യനുള്ളത്. ജീവികളെല്ലാം അങ്ങനെയാണ്. ഹയവാനുങ്ങ എല്ലാ തരത്തെ ജീവികളും ആണ് പെണ്ണ് എന്ന രൂപത്തിലുള്ള അങ്ങനത്തെ ഒരു ജോഡി രൂപത്തിലാണുള്ളത്. അതുപോലെ ബാക്കിയുള്ള വസ്തുങ്ങൾ എടുത്ത് നോക്കിയെങ്കും നോക്കൊരു ജാവു നങ്ങ അർത്ഥാക്കണുണ്ടെങ്കിൽ പോಲು ചൊല്ലത് അർത്ഥാക്കണം അല്ലെ. പോലുള്ളത് കൊണ്ടാണ് ജാവാവിടെ. ജാവുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നേരെ എതിരായിട്ടുള്ളത് പോലായിട്ടില്ലെങ്കും അതിലെ ഒരു എതിരായിട്ടുള്ള ഒരു ജോഡി എന്ന രൂപത്തിലാണ് അത് ജണ്ടുവില്ലേ. ആ രൂപത്തിൽ ചിലത് പരസ്പര എതിരായിട്ടും ചിലത് പരസ്പര അനുകൂലമായിട്ടുള്ള അങ്ങനത്തെ ഒരു ജോഡി രൂപത്തിൽ അല്ലെങ്കിൽ ജണ്ട് എന്ന രൂപത്തിലാണ് അല്ലാഹു തആല ലോകത്തുള്ള എല്ലാ വസ്തുക്കളെ സൃഷ്ടിച്ചത്. സ്വതന്ത്രമായിട്ട് ഏക ആയിട്ടുള്ള അങ്ങനത്തെ ഉള്ളങ്ങനത്തെ രൂപത്തിൽ ഒരു വസ്തുവും ലോകത്തിലില്ല. നിങ്ങൾ നോക്കൊരു ഏതെങ്കിലും ഒരു ലോകത്തിലുള്ള ഒരു ജീവിക അല്ലെങ്കിൽ വസ്തുക വേറൊന്നൊരു ആശ്രയിക്കാണ്ട് വേറൊന്നൊരു ഒരു നിലക്കും അവലംബിക്കാണ്ട് ജീവിക്കുക സാധ്യമേ ഇല്ല. എല്ലാ വസ്തുവും എല്ലാ ജീവികളും പരസ്പര ആശ്രയിച്ചിട്ടാണ് അല്ലെങ്കിൽ അവലംബിച്ചിട്ടാണ് ഇവിടെ നിന്നോട്ടുള്ളേ. ഒന്നും മനുഷ്യന്മാരിപ്പ കഥ എടുത്ത് നോക്കണുണ്ടെങ്കിൽ ഒരു മനുഷ്യക്ക് നാന് സമ്പൂർണനായിട്ട് നാന് സ്വതന്ത്രനായിട്ട് ജീവിക്കട അല്ലെങ്കിൽ ആരെയും ആശ്രയിക്കാണ്ട് അല്ലെങ്കിൽ ആരെ ഹെൽപ്പും കേൾക്കാണ്ട് നാന് ജീവിക്കട ചെന്നിട്ട് മനുഷ്യ തീരുമാനിച്ചെങ്കിൽ ഒരു നിലക്കും സാധ്യല്ല. കാരണം അവനുക്ക് ഇപ്പൊ പസിയായെങ്കിൽ അവനുക്ക് ഫുഡിടെ ആശ്രയിക്കണം അവನು. അപ്പൊ വേറൊന്നിനെ ആശ്രയിച്ചതുപോലെ വന്ന് അതെല്ലാം കൂടെ അവನು ജീവിക്കുക ഏറ്റവും അകത്തുള്ള കാര്യത്തേക്ക് ഒരു ശ്വാസ ചൊല്ലത് അല്ലെ. ശ്വാസം അവനുക്ക് ഉസിരാട്ട നടക്കണം. ആ ഉസിരാട്ട നടക്കണുണ്ടെങ്കിൽ കാത്തു വേണം. കാത്തിരുന്നാണ് യൂസ് ആക്കില്ല നിങ്ങൾ പിന്നെ ജീവിക്കുകയാവില്ല അവನು. ഈ രൂപത്തിൽ പരസ്പര ആശ്രയിക്കുന്ന രൂപത്തിലാണ് ലോകത്തിലുള്ള എല്ലാ വസ്തുവും ഉള്ളത്. അതാണ് അല്ലാഹു തആല ഈ ആയത്തിൽ ചൊല്ലിട്ടുള്ളത്. മനുഷ്യന്മാരും അതുപോലെ ഊടുള്ള പലതരത്തിലുള്ള സസ്യങ്ങളും അതുപോലെ മനുഷ്യന്മാർക്ക് ഗൊന്തില്ലാത്ത അനേകായിരം വസ്തുക്കളുണ്ട് ലോകത്തിൽ. എത്രമാ കോട്ടി വ്യത്യസ്തമായ ഡിഫറെന്റ് ആയിട്ടുള്ള അങ്ങനത്തെ വസ്തുക്കൾ ലോകത്തിലുണ്ട്. അതെല്ലാം പരസ്പര ആശ്രയിക്കുന്ന രൂപത്തിൽ സൃഷ്ടിച്ചങ്ങനത്തെ റബ്ബു പരിപൂർണനായിട്ട് പരിശുദ്ധനായിട്ടിക്കറ. പരിശുദ്ധനവിടെ ചെന്നെങ്കിൽ അവನು ആരെയും ആശ്രയ അകത്തില്ല. അവನು ഏകനായിട്ടിക്കറ. അവನು സ്വതന്ത്രനായിട്ടിക്കറ. സമ്പൂർണ്ണ സ്വതന്ത്രായിട്ടിക്കറ.
അവണു ആരെയും അവലംബിച്ചിട്ട, ആരെ അണ്ടറിലായിട്ട, അല്ലെങ്കിൽ ആരെയും എന്തെങ്കിലും ഉപകാരെടുത്തിട്ട ഉള്ളവനല്ല. അപ്പൊ ആ ഒരു തൗഹീദ് വിശ്വാസമായിട്ട് ഈ അള്ളാഹു താല പഠിപ്പാട്ടുണ്ട്. അള്ളാഹു താല പരിപൂർണനായിട്ട് ഏകനായിട്ടിക്കറ. ഖുൽ ഹുവല്ലാഹു അഹദ്. അള്ളാഹു താല അഹദായിട്ടിക്കറ. അവനുക്ക് ആരെയും അകത്തില്ല, അവനുക്ക് ജോഡിയില്ല. അന്നാ യകൂനു ലഹു വലദുൻ വലം തകുൽ ലഹു സ്വാഹിബ എന്ന് അള്ളാഹു താല ഖുർആനിൽ ചൊന്നല്ലേ. പല ആൾമാർ അള്ളാഹുക്ക് മക്ക ഉണ്ട് ചൊല്ലാൻ. എങ്ങനെയാണ് അള്ളാഹു താലക്ക് മക്കയിക്കിടെ? വലം തക്കുല്ലഹു സ്വാഹിബ, അവനുക്കൊരു ജോഡിയായിട്ട്, അവനുക്കൊരു പെഞ്ഞായിട്ട് ഒരാൾ ഇല്ലല്ലേ, പിന്നെ എങ്ങനെയാണ് അവനുക്ക് മക്കയിക്കിടെ? ഖുർആനിലുടനീളം അള്ളാഹു താല ഈ തസ്ബീഹയുടെ വിഷയ സുബ്ഹാന എന്ന് എന്ന് ചൊന്നതായിട്ട് നമുക്ക് കാണും. സുബ്ഹാന്റെ അർത്ഥം എന്തര്? ഞങ്ങൾ സാധാരണ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ ചൊല്ല. എന്തിനർത്ഥം അതില്? സുബ്ഹാന ചൊന്നെങ്കിൽ നാണ് അള്ളാഹു താലയുടെ പരിപൂർണനായിട്ട് പരിശുദ്ധനാക്കടായിട്ടാണ് അതിനർത്ഥ. സുബ്ഹാനല്ലാ, അള്ളാഹു താല പരിപൂർണ പരിശുദ്ധനാണ്. പരിശുദ്ധൻ ചൊന്നെങ്കിൽ അള്ളാഹു താല എല്ലാ നമുത്തുള്ള അങ്ങനത്തെ നുക്സാനിൽ നിന്നിട്ട്, കുറത്തങ്ങളിൽ നിന്നിട്ട്, വേറൊരുത്തരെ ആശ്രയിക്കടെ, വേറൊരുത്തരെ അണ്ടർലാവിടെ, അല്ലെങ്കിൽ വേറൊരുത്തരെ അകത്യവണ്ടേ, ഈ നമുത്തുള്ള എല്ലാ കൊറത്തയിൽ നിന്നിട്ട്, എല്ലാ വീക്ക്നെസ്സിൽ നിന്നിട്ട് അള്ളാഹു താല സ്വതന്ത്രനായിട്ടിക്കറ, അള്ളാഹു താല മുക്തനായിട്ടിക്കറ, അല്ലെങ്കിൽ അള്ളാഹു താല അതിൽ നിന്ന് പരിശുദ്ധനായിട്ടിക്കറ ചെന്നിട്ടാണ് സുബ്ഹാനല്ലാ എന്ന് സാധാരണ ചൊല്ലുമ്പോ ഘോഷണാക്കിട്. അതായത് കംപ്ലീറ്റ് അവൻ പെർഫെക്റ്റ് ആയിട്ടിക്കറ, ഏതിലും അവനുക്ക് കൊറത്തയില്ല. ഒരു എന്തെങ്കിലും ഒരു അവനുക്ക് ഇപ്പൊ ഒരു വിഷയം അറിയാനുണ്ടെങ്കിൽ വേറെ ആളുടെ കേൾക്കാനുണ്ടില്ലേ, അവനുക്ക് എന്തെങ്കിലും ഒന്ന് നടപ്പാട്ടനുണ്ടെങ്കിൽ അത് വേറെ ആളിട്ട് ചൊന്നിട്ട് നടപ്പാട്ടുണ്ടില്ല. ಅವನಿಗೂ ಏതെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ വേറെങ്ങൾട്ട കേൾക്കുന്നുണ്ടില്ല, കേൾക്കുക പിടിക്കുകയില്ലേ. അവൻ ആക്കടെ എന്തെങ്കിലും ഒരു കാര്യം വേറൊരുത്ത ക്വസ്റ്റ്യൻ ആക്കട ചൊല്ല പേടി അവനുക്ക് വേണുണ്ടില്ല. എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് അൽ കാമിൽ, പരിപൂർണനായിട്ടുള്ള അങ്ങനത്തെ ആളാണ് അള്ളാഹു താലാണ്ടാണ് സുബ്ഹാനല്ലാ എന്ന് ചൊല്ലുമ്പോ സാധാരണ അങ്ങ് പ്രഖ്യാപിക്കല്. ഖുർആനിൽ ഉടനീളം പല ആയത്തുകളിലായിട്ട് നമുക്ക് സുബ്ഹാനല്ലാ കാണും. യഥാർത്ഥത്തില് അള്ളാഹു താല ഖുർആനിലെ പഠിപ്പാട്ട തസ്ബീഹ ആക്കിക്കൊണ്ടുള്ളത് കേവല മനുഷ്യന്മാർ മാത്രല്ല അള്ളാഹു താലയുടെ ഈ ഒരു പെർഫെക്റ്റ്നെസ്സിനെ ഘോഷണാക്കിക്കൊണ്ടില്ലേ. എപ്പോഴും അള്ളാഹു താല പരിശുദ്ധനായിട്ടിക്കറ, അള്ളാഹു താല പെർഫെക്റ്റ് ആയിട്ടിക്കറ ചൊന്നിട്ടുള്ള ഒരു ഘോഷണ അത് മനുഷ്യന്മാർ മാത്രല്ല ആക്കിക്കൊണ്ടില്ലേ. പ്രപഞ്ചത്തിലുള്ള പ്രതി ഒരു വസ്തുവും അള്ളാഹു താലയുടെ തസ്ബീഹ ആക്കിക്കൊണ്ടുണ്ടാണ് അള്ളാഹു താല ഖുർആനിൽ പഠിപ്പാട്ട്. യുസബ്ബിഹു ലഹു സ്സമാവാതു സ്സബ്ഉ വൽ അർളു വമൻ ഫീഹിൻ. 7 ആകാശങ്ങളും ഭൂമിയും അതുപോലെ ഈ 7 ആകാശത്തിലും ഭൂമിയിലുള്ള എല്ലാ ആൽമാറും എല്ലാ വസ്തുവും എല്ലാ പ്രതി സൃഷ്ടിയും അള്ളാഹുടെ തസ്ബീഹ ആക്കിക്കൊണ്ടുണ്ടു. അള്ളാഹു താലയുടെ തസ്ബീഹ ആക്കാത്തെ, അള്ളാഹു താലയുടെ പുകലാത്തെ, പ്രശംസിക്കാത്ത ഒരു സംഗതിയും ലോകത്തിലില്ല, ഒരു സൃഷ്ടിയും ലോകത്തിലില്ല. പക്ഷെ വലാകില്ല തഫ്ഖഹൂന തസ്ബീഹഹും, അപ്പൊ നിങ്ങൾ കേൾക്കുവാറ് ഈ കാണ്ട മറവും കല്ലും തന്നിയും ഇതെല്ലാം അള്ളാഹുടെ തസ്ബീഹ ആക്കിക്കൊണ്ടുണ്ടാ, നിങ്ങൾ കാണില്ലല്ലേ തസ്ബീഹ ആക്കണത് എന്ന് നിങ്ങൾ കേൾക്കുവാർ. അതൊക്കെ അല്ലാഹു തആല ചൊല്ല വലാകില്ല തഫ്ഖഹൂന തസ്ബീഹഹും, അതിലെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അർത്ഥാക്കുകയില്ല, അങ്ങനത്തെ ബൊണ്ട് നിങ്ങൾക്കില്ല എന്നാണ്. അത് തസ്ബീഹ് ആക്കിക്കൊണ്ട് നിങ്ങൾ അതിനർത്ഥം എന്തേ? ഒന്ന്, അത് നങ്ങ തസ്ബീഹ് ആക്കണത് പോലെ സുബ്ഹാനല്ലാ സുബ്ഹാനല്ലാ എന്ന് ഞങ്ങളെ നാവ് കൊണ്ട് പ്രഖ്യാപിക്കുന്നത് പോലെ ചിലപ്പോ അതും ആക്കിക്കൊണ്ടിരിക്കൂ. അതിരെ ഭാഷ നമുക്ക് അർത്ഥാവില്ലല്ലേ. കൂടരെ ಬೇರೆ ജീവിങ്ങ തസ്ബീഹ് ആക്കിക്കൊണ്ടിരിക്കും, പക്ഷെ അതിരെ ഭാഷ നമുക്ക് അർത്ഥാവാത്തത് കൊണ്ട് അത് അതിരതായ ഒരു ഭാഷയില് അതിരതായ ഒരു പലക്കത്തില് എന്താക്കിക്കൊണ്ടിരിക്കൂ, അള്ളാഹുടെ പിന്നെ നാവ് കൊണ്ടിട്ട് ശബ്ദം കൊണ്ടിട്ട് അള്ളാഹു താലയുടെ തസ്ബീഹ് ആക്കിക്കൊണ്ടിരിക്കും. അതല്ലേ മഹാന്മാരട്ട കല്ല് മറങ്ങ മുണ്ടിയ സംഭവം ഉണ്ടല്ലോ. എന്തിലേറെ ഞങ്ങളെ ഹബീബ് നബിയുന മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളട്ട
ಕಲ್ಲುಂಗ ಮುಂಡಿತ್ತಲ್ಲಿ ಕಲ್ಲುಂಗ സലാം ചൊന്തല്. അപ്പ അതുക്കും പലക്ക പരിവുള്ള അങ്ങനത്തെ ഒരു ശക്തി ഉണ്ടുണ്ടാണ്. അപ്പൊ അതിൻ്റെതായ ഒരു പലക്കത്തില് അത് തസ്ബീഹ് ആക്കിക്കൊണ്ടിരിക്കും. അതാണ് ചില മഹാന്മാർ അങ്ങനെയാണ് ചൊല്ലുന്നത്. എല്ലാ വസ്തുവും പ്രതി വസ്തുവും തസ്ബീഹ് ചൊല്ലുകയാണെങ്കിൽ നങ്ങ ചൊല്ല പോലെമേ അള്ളാഹുത്താലയുടെ തങ്ങ തസ്ബീഹ് ചൊല്ല പോലെമേ സുബ്ഹാനല്ലാ എന്ന രൂപത്തിലെ പ്രതി ഒരു വസ്തു തസ്ബീഹ് ചൊല്ലുകൊണ്ടിരിക്കൂ. വേറെ ചില മഹാന്മാർ ചൊന്നാറ് ഇനി വേറെ വസ്തു തസ്ബീഹ് ചൊന്നിട്ടില്ലെങ്കിൽ അതിരെ ആ ഒരു സൃഷ്ടിപ്പു ಪ್ರತಿ ഒരു ವಸ್ತುವಿನ ಸೃಷ್ಟಿಪ್ಪು അതിലുള്ളങ്ങനത്തെ ಅದರ ರೂಪಂಗ ಅದರ ഷേപ്പു ಅದರ അള്ളാഹു താല ഉണ്ടാക്കിയದ್ರ ആ ഡിസൈന് ഇതെല്ലാം ഒരു കണക്കിൽ തസ്ബീഹ് ആയിട്ടിക്കರು. നിങ്ങൾ നോക്കൊരു ഒരു മരത്തെ ಬಗ್ಗೆ നിങ്ങൾ ചിന്തന ಹಾಕೋರು. ആ മരത്തെ ഒരു അള്ളാഹു താല പടച്ച ഒരു ರೂಪ അത് പലന മുത്തുലുള്ളങ്ങനത്തെ ഉപകാര പണ്ട ರೂಪത്തെ അള്ളാഹു താല ಅದರ പടച്ച ആ ഒരു ശൈലി അതില് പിന്നെ ആഹാര പ്രൊഡക്ഷൻ ആവുടെ ഒരു ರೂಪಂಗ ഇതെല്ലാം മനുഷ്യ ചിന്തിക്കലുണ്ടായെങ്കിൽ വല്ലാതെ ഒരു മനുഷ്യക്ക് അത്ഭുതമായിട്ട് പോണ്ട്. ഇതിനെ സൃഷ്ടിച്ചോണോണു ഒരു ലോക്കലായിട്ടുള്ള സൃഷ്ടികർത്ത അല്ല, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഇതിനെ സൃഷ്ടിച്ചത്, ഇതിനെ ഉണ്ടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാവുള്ളൂ. അപ്പൊ അത് അള്ളാഹു താലയുടെ ആ സൃഷ്ടി വൈഭവത്തെ ഓരോ പ്രതി വസ്തുവും പ്രദർശനാക്കിക്കൊണ്ടുണ്ട്. അതൊരു തസ്ബീഹാണ്. അള്ളാഹു താലയുടെ ആ പെർഫെക്റ്റ്നെസ്സിനെ ഒരു ഘോഷനാക്കിയുടെ ഒരു ರೂಪಟ್ಟಿಕ್கிறது. എന്തിക്ക് മനുഷ്യന്മാരെ എടുത്ത് നോക്കൂ. മനുഷ്യന്മാരിൽ ഇപ്പ അള്ളാഹുണ്ട് അംഗീകരിക്കാത്തങ്ങമേ യഥാർത്ഥത്തിൽ അങ്ങ് തസ്ബീഹ് ആക്കിക്കൊണ്ടുള്ളാർ. അള്ളാഹു ഇല്ലാണ്ട് ഒപ്പാത്ത ഹംകായിട്ടുള്ള ആൾമാരുള്ളാരല്ലേ, അങ്ങ പോലും യഥാർത്ഥത്തിൽ അങ്ങ് ഒരു തരത്തിൽ തസ്ബീഹ് ആക്കിക്കൊണ്ടുള്ളാർ. ബായി കൊണ്ടിട്ട് അങ്ങ് തസ്ബീഹ് ആക്കില്ലാണ്ടായെങ്കും അങ്ങനെ ആ സൃഷ്ടിപ്പു അങ്ങനെ ആ ഒരു സൃഷ്ടി വൈഭവം അങ്ങനെ പിന്നെ അള്ളാഹു താല പടച്ചങ്ങനത്തെ ആ ರೂಪ അതേ ഒരു തസ്ബീഹ് ഇട്ടിക്കರು. മനുഷ്യരുടെ സൃഷ്ടിപ്പ് നോക്കുക നിങ്ങൾ, മനുഷ്യര് ഏതെങ്കിലും ഒരു കൊറത്തെ നമുക്ക് കാണുകണ്ട. മനുഷ്യരുടെ മൂക്കു, കാത്, കണ്ണ്, കാല്, കൈ ഇതെല്ലാം ഒരു കൃത്യമായ ರೂಪത്തിലല്ലേ അള്ളാഹു താല സൃഷ്ടിച്ചു വെച്ചത്. കൈക്ക് സാധാരണ ഇക്കട ഉദ്ദത്തെ കാണ ಯಾರ ಉದ್ದ ಇನ್ನೆಂಟಾയെങ്കിൽ നമുക്ക് എന്തെല്ലാം പ്രോബ്ലംസ് ഇവിടെ ഉണ്ടാവുന്നത്. കാലുകുല്ലങ്ങനത്തെ നമുക്ക് സാധാരണ ഉള്ളങ്ങനത്തെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്ദ അതിനെക്കാണ ജാസ്തി ಇನ್ನೆಂಟಾയെങ്കിൽ ഒരു കാല് ഉദ്ദവും പിന്നൊരു കാല് ചെറിയ ಇನ್ನೆಂಟಾയെങ്കിൽ എത്ര നമുക്ക് സമസ്യങ്ങൾ ഉണ്ടാവുന്നത്. കണ്ണിക്കടെ ജാഗത്തില് മൂക്കിന്നേണ്ടായെങ്കിൽ കാത് തലയുടെ മേലിന്നേണ്ടായെങ്കിൽ അതിൽ ഒരു വികൃതി, ആ ഒരു ഷേപ്പിടെ ഒരു വികൃതി അത് വളരെ മോശമായി പോവാന്തല്ലേ. അള്ളാഹുത്താലയുടെ സൃഷ്ടിപ്ര ಬಗ್ಗೆ നമുക്ക് എന്നെ അഭിപ്രായം ചൊല്ലുകൊണ്ട് സാധാരണ ഒരു മനുഷ്യനായ ഓർത്ത എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടെങ്കിൽ നമുക്ക് ಅದರ ಬಗ್ಗೆ ചെമ്മ 100,000 അഭിപ്രായം ചൊല്ലിക്ക്. ഇതിലെ ഈ ഭാഗം ഇങ്ങനെ ആവണിത്ത്, ആ ഭാഗം അങ്ങനെ ആവണിത്ത്, പിന്നെ ഇതിലെ ഈ ജാഗ ഈ ഒരു വസ്തു അഞ്ഞ പറഞ്ഞിട്ട് അങ്ങനെ 100,000 അഭിപ്രായം നമുക്ക് ചൊല്ലിക്ക്. പക്ഷേ അള്ളാഹു താല ഉണ്ടാക്കിയ മനുഷ്യരെ നിങ്ങൾ നോക്കുവല്ല, ആർക്കും കൂടെ അഭിപ്രായം ഉണ്ട മൂക്കുടെ ഞങ്ങൾക്കുള്ള മൂക്കുടെ ജാഗത്തിൽ ഇക്കൊണിന്ത് ലോകത്തിൽ ആർക്കും അഭിപ്രായം ഉണ്ട. നമുക്ക് കണ്ണിന്ന ജാഗത്തിൽ ഞങ്ങളുടെ ബായി ഇപ്പുള്ള ജാഗത്തിൽ ഉള്ളത് സമല്ല, അല്ലെങ്കിൽ ബായിയുടെ ആ ഷേപ്പ് അത്ര ചന്തയിട്ടില്ല, മനുഷ്യർ അള്ളാഹു താല ഉണ്ടാക്കിയ കോൽ അത്ര ചന്തത്തെ കോലല്ല എന്ന് ആർക്കെങ്കിലും ലോകത്തിൽ അഭിപ്രായം ഉണ്ട്. എത്ര ഒരു പെർഫെക്റ്റ് ആയിട്ടാണ് അള്ളാഹു താല സൃഷ്ടിച്ചത്. അപ്പൊ മനുഷ്യന്റെ ഉദാഹരണം ചൊന്നേ ലോകത്തിലുള്ള എല്ലാ വസ്തുങ്ങളെ അള്ളാഹു താല ഉണ്ടാക്കിയ ആ കോലവും ആ ರೂಪവും എല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുടെ ഒരു തസ്ബീഹായിട്ട് അത് ചൊല്ലാട്ടമില്ല തസ്ബീഹാണ്. അള്ളാഹു താലയുടെ പെർഫെക്റ്റ്നെസ്സിനെ എല്ലാ കാര്യത്തിലും അള്ളാഹു താല പെർഫെക്റ്റ് ആയിട്ടിക്കറ ചൊല്ലതുക്കുള്ളേ വലിയൊരു അടയാളാണ്. അതാണ് അള്ളാഹു താല ചൊന്നെ പ്രതി ഒരു വസ്തുവും തസ്ബീഹ് ആക്കാണ്ട ഇല്ല. അപ്പൊ അള്ളാഹു താലയുടെ തസ്ബീഹ് ആക്കണ അള്ളാഹു താല എല്ലാ കാര്യത്തിൽ നിന്നും എല്ലാ വീക്ക്നെസ്സിൽ നിന്നിട്ട് അള്ളാഹു താല
മുക്തനാണ്, അല്ലെങ്കിൽ അള്ളാഹു താല അതിൽ നിന്ന് പരിശുദ്ധനാണ് ചൊന്നിട്ടു പ്രഖ്യാപിക്കലായിട്ടിക്കർ അള്ളാഹു താല ഗാക്കടെ ഫസ്റ്റ് ശുക്ർ. അതുകൊണ്ടിട്ടാണ് ഈ സൂറത്തു യാസീനിൽ അഫലാ യഷ്കുറൂൻ എന്ന് അള്ളാഹു താല ക്വസ്റ്റ്യൻ ആക്കിയാൽ പിന്നെ ഫസ്റ്റ് തസ്ബീഹയുടെ വിഷയം ചൊന്നിട്ട് സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, എല്ലാ നമുത്തുള്ളങ്ങനത്തെ ജോഡിങ്ങളെ സൃഷ്ടിച്ചങ്ങനത്തെ റബ്ബ് എത്ര പരിശുദ്ധനായിട്ടിക്കർ, അവനക്കൊരു ജോഡി അകത്തില്ലല്ലേ. അത് മിമ്മാ തുമ്പിത്തുള്ളറുന്നു, ഭൂമി ഉണ്ടാക്കുന്ന സസ്യങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജോഡിയുണ്ട്. സസ്യങ്ങൾക്കു പരസ്പര ജോഡി ഇല്ലാണ്ട് അത് ഉത്പാദന ഉണ്ടാവില്ല. ഒമിൻ അംഫുസിഹി, മനുഷ്യന്മാരുടെ കൂട്ടത്തിലും ജോഡി ഉള്ളാറ്. മനുഷ്യ സന്തതിയുടെ മുതൽ പോണിട്ടെങ്കിൽ ജോഡിങ്ങൾ അകത്തിയുണ്ട്. ജോഡി ചുണ്ട ആ ഒരു വ്യവസ്ഥവും മാത്തൂടെ ഇല്ലാണ്ടെങ്കിൽ മനുഷ്യക്ക് നിലനിൽക്കുകയെ സാധ്യാവല്ല. ഒമിമ്മാലായാലമൂൻ എന്ന് മാത്രല്ല, മനുഷ്യക്ക് ഗൊന്തില്ലാത്തങ്ങനത്തെ കോട്യാനുകോಟಿ ലോകത്തുള്ള വസ്തുങ്ങളുണ്ട്. അതിലെല്ലാം ഈ ജോഡി വ്യവസ്ഥ, അസ്വാജ് സൗജ് ചൊല്ല വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ ഉണ്ടാക്കി അങ്ങനത്തെ ആ റബ്ബു എത്ര പരിശുദ്ധനാണ്, അവനക്കൊരു ജോഡിയുടെ അഗത്യമില്ല എന്നാണ് ഈ ആയത്തിൽ അല്ലാഹു തആല ചൊല്ലുന്നത്. ഖുർആനിൽ പല ജാഗത്ത് അല്ലാഹു തആല ഈ വിഷയം ചൊല്ലുന്നത് വമിൻ കുല്ലി ഷൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ. ಪ್ರತಿ ಒಂದು ವಸ್ತುಲು ಖಲಕನ ಸೌಜೈನಿ, ನಂಗ ಜೋಡಿಂಗಲ ನಂಗ ಸೃಷ್ಟಿച്ചರ. ಪ್ರತಿ ಒಂದು ವಸ್ತುലും ജോഡി ഒരു സിസ്റ്റം ഉണ്ട്. ചിലപ്പോ ഞാൻ ചൊന്നല്ലേ, ചിലപ്പോ അത് പരസ്പര അനുകൂലമായിട്ട് പോകണ്ടങ്ങനത്തെ രൂപത്തിലുള്ള ജോഡിങ് ആയിട്ട്, ചിലപ്പോ പരസ്പര വിരുദ്ധമായിട്ട് ഒന്ന് നെഗറ്റീവ് പിന്നെ ഒന്ന് പോസിറ്റീവ് എന്ന രൂപത്തിൽ പോകേണ്ട ജോഡിങ് ആയിട്ടിരിക്കും. അതുക്കുള്ള ഉദാഹരണമാണ് ഇപ്പൊ ജാവുകു നേരെ വിരുദ്ധമായ ഒരു ജോഡിയായിട്ട് പോലു ചൊല്ലത്. നല്ലത് ചൊല്ലതൊരു വിരുദ്ധമായ ഒരു ജോഡിയായിരിക്കും ബെടക്ക് ചൊല്ലത്. ഇങ്ങനെ എല്ലാ വിഷയത്തിലും പരസ്പര എതിരോ അല്ലെങ്കിൽ പരസ്പര ജോഡിയായിട്ടുള്ളതാണ് നമുക്ക് കാണുക. അത് കഴിഞ്ഞിട്ട് അല്ലാഹു തആല ചൊല്ലെ വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹു النهار فإذا هم مظلمون. സൂറത്തു യാസീനിൽ വആയത്തുൽ ലഹും ചൊന്നിട്ട് മൂന്ന് വട്ട വണ്ടല്ല, അതിൽ രണ്ടാമത്തെ വട്ടമായിട്ട് ആയത്ത് ചൊന്നല്ല അർത്ഥ. വലിയൊരു ദൃഷ്ടാന്ത, വലിയൊരു നിദർശന, വലിയൊരു തെളിവ് അടയാളം അങ്ങുകൊണ്ടു. എന്താണ്? ഫസ്റ്റ് അല്ലാഹു തആല ഭൂമിയുടെ ಬಗ್ಗೆ ചൊന്ന, ഭൂമിയുടെ ഫസ്റ്റ് കീഴിലുള്ള ഈ ജാഗത്തെ നിങ്ങൾ നോക്കൊരു, ഭൂമിയുടെ നോക്കൊരു, നിങ്ങളെ മുട്ടമേയുള്ള ഭൂമിയുടെ. ഇനി ആകാശത്തേക്ക് നോക്കുകയാണ് അല്ലാഹു തആല ചൊന്നിട്ടില്ലേ. കീഴിന്റെ ജാഗ നോക്കിയാൽ പിന്നെ മേളുടെ ജാഗ നോക്കൊരു, മേലും നിങ്ങൾക്ക് അള്ളാഹുടെ ಬಗ್ಗೆ മനസ്സിലാക്കുക. അങ്ങനത്തെ പല അടയാളങ്ങളുണ്ട്, പല പ്രൂഫുകളുണ്ട്. എന്താണ്? ആയത്തുൽ ലഹുമുൽ ലൈലു, ജാവു അങ്ങു ഒരു നിർദർശനായിട്ടിക്കര്, വലിയൊരു അടയാളായിട്ടിക്കര്. എങ്ങനത്തെ ജാവു? നസ്ലഖു മിൻഹു النهار, ആ ജാവിൽ നിന്നിട്ട് ഞങ്ങ ഊരിയെടുക്കുക. അന്നഹാറ പോൾഡേ, ജാവിൽ നിന്നിട്ട് പോൾഡെ ഞങ്ങ വലിച്ചു ഊരിയെടുക്കട. നസ്ലഖു ചൊന്നെങ്കിൽ സാധാരണ ഒരു തടിയിൽ നിന്നിട്ട് തൊലി ഇങ്ങനെ ഊരിയെടുക്കടേക്കാണ് സൽഖ് നസ്ലഖ് ചൊല്ലി. തൊലി ഇങ്ങനെ ഊരിയെടുക്കുന്നത് പോലെ ജാവിൽ നിന്നിട്ട് പോൾഡ് ഞങ്ങ ഇങ്ങനെ ഊരിയെടുക്കട. ഫഇദാഹും മുദ്ലിമൂൻ. അപ്പ അങ്ങനെ ജാവിൽ നിന്നിട്ട് പോൾഡ് ഞങ്ങ ഊരിയെടുക്കണമെങ്കിൽ പോലു സാധാരണ പോലിക്കിട്, ആ പോലു ചൊല്ലി അതൊരു തോല് പോലെ ഇക്കട്. പോലു ജാവുടെ മേലിട്ടങ്ങനത്തെ ഒരു തോല് പോലെ പോലു ഇക്കട്. അപ്പൊ ആ പോൾഡ് ഞങ്ങ ഇങ്ങനെ ഊരിയെടുത്തേണ്ടെങ്കിൽ അപ്പൊ എന്താ ചിമ്മ ആവിടു. ഫൈദാഹും മുദ്ലിമൂൻ, അപ്പൊ അങ്ങെല്ലാരും ചിമ്മലാവിടാറ്, ഇരുട്ടിലാവിടാറ്. ഇത് വലിയൊരു അങ്ങൊരു ദൃഷ്ടാന്തായിട്ടിക്കറ്. അതായത് ജാവും പോലും ഇങ്ങനെ നിരന്തരമായിട്ട് ബദലാവാണ് ആയോണ്ടിക്കടെ ചൊല്ലത്. അങ്ങുകുല്ല വലിയ തെളിവായിട്ടിക്കറ്. എന്തികുല്ല തെളിവ്? ഇത്രത്തോളം അങ്ങ് ചൊന്നു വന്നത് എന്തികുല്ല തെളിവാണ്? അത് മനുഷ്യകു ഈ ജീവന മാത്രല്ല, ഇത് കഴിഞ്ഞിട്ടൊരു വലിയൊരു ജീവനുണ്ട്, മനുഷ്യക്ക് ഒരു പുനർജന്മം ഉണ്ട് ചൊല്ലതുക്കുല്ലേ വലിയ തെളിവാണ്. ജാവും പോലും ഇങ്ങനെ കഴിഞ്ഞു പോയിട്ടുള്ളത് വലിയ തെളിവാണ്. നിങ്ങൾ നോക്കൂ, പോലു ചൊല്ലത് മനുഷ്യ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് പോലത്തെ ഒരു ജീവനാണ് പോലു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു മരിപ്പാണ് അവനക്ക് ജാവ് ഉണ്ടാവിടെ. പിന്നെ പാടിങ്ങനെ പിറ്റാനത്തെ പോലു പിന്നെയും ജീവിച്ചു പണ്ട, പിന്നെയും മരിക്കട. ഇങ്ങനെ ഒരു ജീവന മരണത്തെ ഒരു ചെറിയ ഒരു സാമ്പിൾ അല്ലാഹു തആല നിരന്തരമായിട്ട് നാലുകും നമുക്ക് കാട്ടി തന്നിട്ടില്ല അല്ലെ. പോലുകും നങ്ങ നല്ല ആക്റ്റീവായിട്ട് സ്വറാക്കിട്ട്, ആക്റ്റീവായിട്ട് എല്ലാത്തിലും ഇങ്ങനെ
ഇടപെട്ടിട്ട് എല്ലാ കാര്യങ്ങളിലും ആക്കിയിട്ട് ജാവാവുമ്പോ ശാന്തമായിട്ട് ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരു അവസ്ഥക്ക് എത്തര. അതായത് ഒരു മരിപ്പുടെ രൂപത്തിലുള്ള ഒരു അവസ്ഥക്കാണ് ജാവുക എത്തുന്നത്. അല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിൽ അല്ലാഹു തആല വർക്കിടെ അല്ലാഹു തആല ചൊന്നൊരു ചെറിയൊരു മരണാട്ടാണ്. ആ വർക്കില് എല്ലാവരുടെ റൂഹും അല്ലാഹു തആല ഭരിക്കുക. പിന്നെ കുറെ കാലം ഇനിയും ജീവിക്കുക അല്ലാഹു തആല തീരുമാനിച്ചെങ്കിൽ റൂഹ് തിരിച്ചു കൊടുക്കട, അല്ലാത്തങ്ങനെ റൂഹ് അവന് പിടിച്ചു വെക്കിടാണ്ട് ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പാട്ടിയത. അപ്പൊ ജാവുടെ വറക്ക് ഒരു മരണത്തെ ഒരു ചെറിയ സാമ്പിൾ ഇട്ടിക്കരുത്. അപ്പൊ ആ ഒരു സാമ്പിളിന്റെ നിരന്തരമായിട്ടുള്ള ഞങ്ങളെ ജീവനത്തിൽ ഡെയിലി ജീവനത്തിൽ അല്ലാഹു തആല കാട്ടി തന്നിട്ടില്ല ഈ ഒരു കാര്യം. അല്ലാഹു തആല കാട്ടി തന്റെ ഈ ജാവുമ്പോൾ ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ചേഞ്ചസ് നമുക്ക് കാട്ടി തന്റെ മരണത്തെ നെനപ്പ് പറകുബേനായിട്ടാണ്. മരണത്തെയും അതുപോലെ മരണ കഴിഞ്ഞിട്ടുള്ള ഒരു പുനർജന്മം ഉണ്ടു, പിന്നെയും ജനിച്ചു പറകുണ്ടു, പിന്നൊരു ഒരു ജീവനം ഉണ്ടു എന്ന് നിരന്തരമായിട്ട് നെനപ്പാക്കുകയായിട്ടാണ് ജാവും പോളുടെ ഇങ്ങനെ ചേഞ്ച് ആക്കി തന്നിട്ടില്ലേ എന്ന് അല്ലാഹു തആല ചൊന്നിട്ടില്ലേ. അതാണ് വആയത്തുൽ ലഹുമുൽ ലൈലു നസ്ലഖു മിൻഹുൻ നഹാറ ഫഇദാ ഹും മുദ്ലിമൂൻ വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ذلك تقدير العزيز العليم. സൂര്യയുടെ നോക്കൊരു മേലാകാശത്തുള്ള സൂര്യയുടെ നോക്കൊരു ആ സൂര്യ ഇങ്ങനെ നിരന്തരമായിട്ട് സഞ്ചരിച്ചുകൊണ്ടുണ്ടു. അതിന്റെ സഞ്ചാരവും അത് ശാശ്വതമായിട്ടുള്ള സഞ്ചാരമല്ല, ശാശ്വതമായിട്ട് ഇങ്ങനെ അത് സഞ്ചരിച്ചുകൊണ്ടേ ബേനായിട്ട് അല്ലാഹു തആല അതിന് വ്യവസ്ഥയാക്കിയിട്ടില്ല. പിന്നെ എത്ര അത് സഞ്ചാരാക്കിക്കൊണ്ടില്ലേ. വശംസു തജ്രി, സൂര്യ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടുണ്ടു. ലിമുസ്തഖറിൻ ലഹാ, അതുക്ക് നിശ്ചയിച്ച അങ്ങനത്തെ ഒരു പോയിന്റ് എത്രോർത്തോല അല്ലാഹു തആല സൂര്യയുടെ ആ സഞ്ചാരത്തിന് ഒരു ടാർഗറ്റ് വെച്ച് കൊടുത്തറ. ഇത്ര അവധി തോല നീന് തിരിഞ്ഞോണ്ടേക്കോണം അല്ലെങ്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കണം. ആ അവധി എത്രോടത്തോലാണ് സൂര്യ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടില്ല. സൂര്യക്കും ഒരു അവധിയുണ്ട്. ആ സൂര്യക്കും ഒരു അവധിയുണ്ട്. പുതിയ ഇണ്ടത്തെ സയൻസില് പല സയന്റിസ്റ്റ് ചൊല്ല ഒരു വിഷയമാണ് സൂര്യക്കും ഒരു മരിപ്പുണ്ട്. സൂര്യ ഇങ്ങനെ അവന്റെ ആ ക്ഷയിക്കിടങ്ങനത്തെ ദുർബലാവിടങ്ങനത്തെ അവസ്ഥക്ക് ഇങ്ങനെ എത്തിയോണ്ടുള്ള ഇനി കൊരിയ കഴിഞ്ഞിട്ടെങ്കിൽ സൂര്യ ഇല്ലാണ്ടാവിടെ ഒരു അവസ്ഥ സൂര്യക്ക് ബറകുണ്ടുണ്ടു സയന്റിസ്റ്റ് അങ്ങ് ചൊന്നോണ്ടുള്ള. അപ്പൊ സൂര്യക്ക് ഒരു മരണമുണ്ട്. ഞങ്ങളെ ജീവനത്തില് മനുഷ്യന്മാരെ ജീവിതത്തിക്ക് വളരെ അഗത്യമുള്ളങ്ങനത്തെ സംഗതി ആയിട്ടിക്കരു സൂര്യ പല നമ്മത്തിലുള്ളങ്ങനത്തെ പല രൂപത്തില് മനുഷ്യരുടെ ജീവനത്തില് അഗത്യവണ്ണങ്ങനത്തെ കാര്യമായിട്ടിക്ക്. എന്തിക്ക് സൂര്യ ഇല്ലാണ്ടായി പോയെങ്കിൽ അലക്ക ചിമ്മയുടെ രൂപത്തിലാണല്ലേ പിന്നെ ഇല്ലാത്ത ഒരു രൂപത്തിലായിട്ടിക്കരുത് ഞങ്ങളെ ഭൂമി ചേഞ്ച് ആയി പോണ്ടേ. അങ്ങനത്തെ നമുക്ക് വലിയ അഗത്യമുള്ള അങ്ങനത്തെ സൂര്യ പോലും അവനും കൂടെ ശാശ്വതനായിട്ട് അവനക്ക് ആ സൂര്യക്ക് പോലും ശാശ്വതമായ ഒരു ജീവന ഇല്ലേ. അതുക്കും എന്തിനുണ്ട് ഒരു അവധി തോല മാത്രാണ് അതൊരു സഞ്ചാരമില്ലേ. എന്തിനു നോക്കറു ഡെയിലി ഇപ്പൊ സൂര്യ സഞ്ചരിച്ചിട്ടൂടെ സൂര്യ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉള്ളതാണ് ഇല്ലല്ലേ. അവനും ഒരു ഡെയിലി അസ്തമിക്കട, പിന്നെ പാടെ അത് ജാവുകു, പിന്നെ കൊണ്ട് കാണുകക്കില്ല, പിന്നെ പാടെ പിത്യാണ്ട് ഉദയിക്കിട. സൂര്യകും ഒരു അസ്തമവും ഉദയവും ഇതെല്ലാം ഉണ്ട്. അതും സൂചിപ്പിക്കണ എന്താണ്, അതിൽ നിന്നും മനുഷ്യ ചിന്തിച്ച് പാടെ ഉൾക്കൊള്ളണായത് അതേപോലെ മനുഷ്യകും ഒരു അസ്തമാനമുണ്ട്. മനുഷ്യകും ഈ ജീവന ഉണ്ടാവുകൊണ്ടു അത് ആ എണ്ട് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരു ഉദിക്കുകൊണ്ടു എന്ന പാട ഉൾക്കൊള്ളുന്നുണ്ടാണ് അല്ലാഹു തആല കൂടെ സൂചിപ്പിച്ചുകൊണ്ടുള്ളേ. കൃത്യമായ ഒരു അവധി തോലാണ് ആ സൂര്യ സഞ്ചാരാക്കിക്കൊണ്ടുള്ളത്. അത് ദാലിക തഖ്ദീറുൽ അസീസിൽ അലീം. ആ ഒരു സൂര്യയുടെ നിശ്ചിതമായ സഞ്ചാര അത് തഖ്ദീറുൽ അസീസിൽ അലീം, ശക്തനായ എങ്ങനത്തെ അള്ളാഹുടെ സർവജ്ഞാനിയായിട്ടുള്ള അങ്ങനത്തെ അള്ളാഹുടെ നിശ്ചയായിട്ടിക്കറ്, കൃത്യമായിട്ടുള്ള നിശ്ചയായിട്ടിക്കറ്, നിർണയായിട്ടിക്കറ്. ഈ സൂര്യ ഇങ്ങനെ കൃത്യമായിട്ട് സഞ്ചരിച്ചോണ്ടില്ലേ. അവന്റെ ടൈം ആവുമ്പോ അവൻ അസ്തമിച്ചിട്ട് പിറ്റാണ്ട് അവന്റെ ടൈം ആവുമ്പോ അവൻ ഉദിക്കിടെ ആ ഒരു ഇതെല്ലാം നടന്നോണ്ടില്ലേ. എല്ലാം നടപ്പിലാക്കുക അവിടെ അങ്ങനത്തെ ശക്തനായ അങ്ങനത്തെ അള്ളാഹുടെ തീരുമാനമായിട്ടിക്കരുത്. അതുപോലെ എല്ലാം ഗൊന്തുള്ളങ്ങനത്തെ അലീം
സർവജ്ഞാനിയായിട്ടുള്ളങ്ങനത്തെ അള്ളാഹുടെ തീരുമാന നിർണയായിട്ടിക്കറത്. നിങ്ങൾ നോക്കൊരു സൂര്യത്തെ അസ്തമാനത്തെ പിടിച്ചു വെക്കുക ആർക്കെങ്കിലും കൂടെ സാധ്യമുണ്ട? ഒരു നാൾ സൂര്യ ಬೇಗ ಉದಿಕೋಣ ಚೊನ್ನಟ್ಟು ആർക്കെങ്കിലും കൂടെ ആക്കുക സാധ്യമുണ്ട? എത്രയാണോ അള്ളാഹു താല പോലുടെ നിശ്ചയിച്ചു വെച്ചിരേ അത്ര മാത്രാണ് ആ പോലുടെ കണക്കിടത്ര മാത്രാണ് സൂര്യ ഉദിക്കല്. അല്ലെ, പോലുങ്ങളെ ടൈമും കൂടെ ചേഞ്ച് ചെയ്യേണ്ടിക്കരല്ലേ. ചിലപ്പോ പോലു ഒരു പോണൊന്നര ಗಂಟೆ ഇക്കടി, ചിലപ്പോ 10 ಗಂಟೆ പോലിക്കടി, 10 ಗಂಟೆയും ചില്ലറെ മാത്ര പോലിക്കടി. അങ്ങനെ പോളിന്റെ കണക്കിലെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. പോലും ജാവും പോളിന്റെ ഗಂಟೆയുടെ ടൈമുടെ കണക്കിൽ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു. ഈ വ്യത്യാസമുള്ള, ഈ കൃത്യമായിട്ടുള്ള വ്യത്യാസമുള്ള കൂടെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കിയോണ്ടില്ല, അത് ഓട്ടോമാറ്റിക് ആയിട്ട് ആയോണ്ടില്ല എന്ന് ചൊല്ലുക ആർക്കും സാധ്യമുണ്ട്? ഓട്ടോമാറ്റിക് ആടുണ്ടെങ്കിൽ എല്ലാ ടൈമിലും ഒരേ രൂപത്തിലിക്കൊണ്ടിത്തല്ലേ. അങ്ങനല്ല, അത് കൃത്യമായിട്ട് ഈ സൂര്യനുള്ള കംപ്ലീറ്റ് നിയന്ത്രണ ആക്കുക ആവുടങ്ങനത്തെ ഒരു ശക്തനായ അസീസായ അള്ളാഹുടെ തീരുമാനമായിട്ടിരിക്കുന്നത്. സൂര്യ ചൊല്ലത് ഞങ്ങളെ കണ്ണുക്ക് ചെറുതുണ്ടായെങ്കും അത് നേരായിട്ട് എത്രമാ വലിയ ഗോളല്ലേ. ആ വലിയ ഗോളത്തെ പോലും ആ കൃത്യമായ രൂപത്തിൽ സഞ്ചാരാക്കപ്പെട്ടുക അവിടത് അത് അസീസായ അള്ളാഹു മാത്രാണ്. അതുപോലെ അലീമായ അള്ളാഹുഗാണ് എന്നാണ് അള്ളാഹു താല ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ടുള്ളത്. അള്ളാഹു ഞങ്ങൾ ചൊന്നതും കേട്ടതെല്ലാം സ്വാലിഹായ അമാലായി സ്വീകരിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.